ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ. ദി ഇൻ്റർനാഷണൽ ക്രൈം ട്രൈബ്യൂണൽ ഓഫ് ബംഗ്ലാദേശാണ് ശിക്ഷ വിധിച്ചത്. ബംഗ്ലാദേശിലെ സർക്കാർ വിരുദ്ധ കലാപം അടിച്ചമർത്തിയ കേസിലാണ് ശിക്ഷ. പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഹസീനയുടെ സർക്കാർ അതിക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയെന്നാണ് ചുമത്തിയിരിക്കുന്ന കുറ്റം. ഈ വർഷം ഓഗസ്റ്റ് 3-നാണ് ഷെയ്ഖ് ഹസീനയെ വിചാരണ ചെയ്യാൻ പ്രത്യേക ട്രൈബ്യൂണൽ അനുമതി നൽകിയത്. ഹസീനയുടെ അഭാവത്തിലും കൂട്ടക്കൊല, പീഡനം തുടങ്ങി 5 കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് വിചാരണ നടന്നത്. ഷെയ്ഖ് ഹസീന അധികാരം ഉപയോഗിച്ച് മാനവികതയ്ക്ക് നേരെ ആക്രമണം നടത്തിയതായി കോടതി വിലയിരുത്തി. പ്രക്ഷോഭകാരികൾക്ക് നേരെ മാരകായുധങ്ങൾ പ്രയോഗിക്കാൻ ഉത്തരവിട്ടു. വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ വെടിവയ്പ്പിനെക്കുറിച്ച് ഹസീനയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്നും കോടതി വിലയിരുത്തി. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പ്രതിഷേധക്കാർക്ക് നേരെ ആക്രമണം നടത്താൻ ഷെയ്ഖ് ഹസീന നിർദ്ദേശം നൽകി. പോലീസ് വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ട അബു സയ്യിദ് എന്ന വിദ്യാർത്ഥിയുടെ മൃതദേഹ പരിശോധനാ റിപ്പോർട്ട് ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തി തിരുത്തി. ഈ സംഭവത്തിന് തെളിവുണ്ടെന്നും കോടതി പറഞ്ഞു. മുൻ ആഭ്യന്തരമന്ത്രി അസറുസ്മാൻ ഖാൻ കമൽ, പോലീസ് IG ചൗധരി അബ്ദുള്ള അൽ മാമുൻ എന്നിവരും കേസുകളിൽ പ്രതികളാണ്. സർക്കാർ ജോലികളിലേക്കുള്ള 30% സംവരണത്തിനെതിരെയാണ് ബംഗ്ലാദേശിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. പ്രതിഷേധം കലാപമായി മാറുകയും സമരക്കാരും പോലീസും ഏറ്റുമുട്ടുകയും ചെയ്തു. കല്ലുകളും കമ്പുകളും കൊണ്ട് പ്രതിഷേധിച്ച ആൾക്കൂട്ടത്തെ കണ്ണീർ വാതകവും തോക്കും ഉപയോഗിച്ചാണ് പോലീസ് പ്രതിരോധിച്ചത്. കലാപത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. സംവരണ വിരുദ്ധ പ്രതിഷേധത്തെ അടിച്ചമർത്താൻ ബംഗ്ലാദേശ് അധികൃതർ ഇൻ്റർനെറ്റ് സേവനങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു. പ്രധാനമന്ത്രിയായി ഷെയ്ഖ് ഹസീന 4ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ഏറ്റവും വലിയ രാജ്യവ്യാപക പ്രതിഷേധമായിരുന്നു അത്. 1971-ൽ പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലികളിൽ 30% സംവരണം ഏർപ്പെടുത്തിയുള്ള പുതിയ നിയമത്തിനെതിരെയാണ് യുവാക്കളും വിദ്യാർത്ഥികളും പ്രതിഷേധിച്ചത്. എന്നാൽ പ്രതിഷേധം വളരെ പെട്ടെന്ന് ജനകീയമാവുകയും രാജ്യത്തുടനീളം വ്യാപിക്കുകയും ചെയ്തു. കലാപത്തിൻ്റെ രൂപത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. 170 ദശലക്ഷം വരുന്ന ജനസംഖ്യയിൽ 1/5 പേർക്കും ജോലിയോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത സാഹചര്യത്തിലാണ് സർക്കാർ നടപടി. ഇതാണ് ജനങ്ങളെ പ്രകോപിപ്പിച്ചത്. ഹസീനയ്ക്കെതിരായ കേസിൽ വിധി പറയുന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശിലുടനീളം അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹസീനയ്ക്ക് ജയിൽ ശിക്ഷയോ വധശിക്ഷയോ വിധിച്ചാൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ അവരുടെ പാർട്ടിയായ അവാമി ലീഗ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തെരുവിലിറങ്ങുന്നവരെ കർശനമായി നേരിടുമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ രാജ്യം പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. തെരുവിലിറങ്ങുന്നവരെ കർശനമായി നേരിടുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ധാക്കയിൽ ആക്രമണങ്ങളെ കണ്ടാൽ ഉടൻ വെടിവയ്ക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഭരണം നഷ്ടമായ ഹസീന ബംഗ്ലാദേശ് വിട്ടിപ്പോൾ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. ഹസീന എവിടെയായാലും ശിക്ഷ നടപ്പാക്കുമെന്ന് ബംഗ്ലാദേശ് ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹസീനയെ കൈമാറണമെന്ന് മുഹമ്മദ് യൂനുസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഇന്ത്യ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല.